നബിദിനത്തിൽ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് നബി സന്ദേശവും ഗുണപാഠവും നൽകുന്ന വിധത്തിലുള്ള ചെറുകഥകളാണ് ഈ വീഡിയോയിൽ ഉള്ളത്. 1. കരയുന്ന ഒട്ടകവും സ്നേഹനിധിയായ പ്രവാചകനും. ഗുണപാഠം: ജീവികളോട് കരുണ കാണിക്കണം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാരുമായി നടന്നു പോവുകയായിരുന്നു. വഴിമധ്യേ ഒരു അൻസാരിയുടെ ഈന്തപ്പനത്തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ കെട്ടിയിട്ടിരുന്ന ഒരു ഒട്ടകത്തെ കണ്ടു. പ്രവാചകനെ കണ്ടതും ആ ഒട്ടകം കരയാൻ തുടങ്ങി. അതിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുള്ളികൾ വറ്റാതെ ഒഴുകുന്നുണ്ടായിരുന്നു. ഇത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടൻ തന്നെ ഒട്ടകത്തിന്റെ അടുത്തേക്ക് ചെന്നു. അതിന്റെ തലയിലും ചെവിക്ക് പിന്നിലും സ്നേഹത്തോടെ തഴുകി തലോടി. പ്രവാചകന്റെ സ്നേഹമസൃണമായ തലോടൽ ഏറ്റതോടെ ഒട്ടകം ശാന്തമായി കരച്ചിൽ നിർത്തി. തുടർന്ന് പ്രവാചകൻ ചോദിച്ചു, ആരുടേതാണ് ഈ ഒട്ടകം? അപ്പോൾ ആ തോട്ടത്തിന്റെ ഉടമസ്ഥനായ ഒരു യുവാവ് മുന്നോട്ട് വന്നു. അല്ലാഹുവിന്റെ റസൂലേ, ഇത് എന്റെ ഒട്ടകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് വളരെ ഗൗരവത്തിൽ പറഞ്ഞു, അല്ലാഹു നിനക്ക് നൽകിയ ഈ നിഷ്കളങ്കമായ മൃഗത്തിന്റെ കാര്യത്തിൽ നിനക്ക് അല്ലാഹുവിനെ ഭയമില്ലേ? നീ ഇതിന് കൃത്യമായി തീറ്റയും വെള്ളവും നൽകുന്നില്ലെന്നും അതിൻ്റെ ശേഷിയേക്കാൾ കൂടുതൽ പണി എടുപ്പിച്ച് അതിനെ കഷ്ടപ്പെടുത്തുന്നുണ്ടെന്നും ഇത് എന്നോട് പരാതിപ്പെടുന്നു. തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ ആ യുവാവ് നബിയോട് മാപ്പ് ചോദിക്കുകയും ഇനി ഒരിക്കലും മൃഗങ്ങളെ കഷ്ടപ്പെടുത്തില്ലെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. 2. പാതയോരത്തെ കല്ലും വഴിപോക്കരും. ഗുണപാഠം: മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടാക്കുന്ന കാര്യങ്ങൾ മാറ്റുന്നത് വലിയ പുണ്യമാണ്. കഥാവിവരണം: മദീനയിലെ ഒരു ചെറിയ വഴി. ആളുകൾ നിരന്തരം നടന്നു പോകുന്ന ആ വഴിയിൽ കൂർത്ത വശങ്ങളുള്ള വലിയൊരു കല്ല് കിടപ്പുണ്ടായിരുന്നു. പലരും അതുവഴി പോയെങ്കിലും ആരും ആ കല്ല് ശ്രദ്ധിച്ചില്ല. പെട്ടെന്നാണ് ആ വഴിയിലൂടെ ഒരു വയസ്സായ മുത്തശ്ശൻ നടന്നു വന്നത്. അദ്ദേഹം കാൽ തട്ടി ആ കല്ലിൽ വീഴാൻ പോയി. തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. എങ്കിലും അദ്ദേഹം തന്റെ യാത്ര തുടർന്നു. അല്പസമയത്തിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതുവഴി നടന്നു വന്നു. വഴിയിൽ കിടക്കുന്ന ആ കൂർത്ത കല്ല് നബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ കല്ല് ഇവിടെ കിടന്നാൽ രാത്രിയിലോ വെളിച്ചമില്ലാത്തപ്പോഴോ കടന്നു പോകുന്ന കുട്ടികൾക്കോ മുതിർന്നവർക്കോ തട്ടി വീണ് വലിയ പരിക്കു പറ്റുമല്ലോ എന്ന് പ്രവാചകൻ ചിന്തിച്ചു. മറ്റൊന്നും ആലോചിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൈകൾ കൊണ്ട് ആ വലിയ കല്ല് പൊക്കിയെടുത്ത് ആർക്കും തട്ടാത്ത രീതിയിൽ വഴിയുടെ ഒരു വശത്തേക്ക് മാറ്റിവെച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാരോടായി പറഞ്ഞു, വഴിയിൽ നിന്ന് ആളുകൾക്ക് തടസ്സമോ ഉപദ്രവമോ ഉണ്ടാക്കുന്ന വസ്തുക്കൾ, കല്ല്, മുള്ളുകൾ, മാലിന്യങ്ങൾ എന്നിവ നീക്കം ചെയ്യുന്നത് ഈമാന്റെ ഭാഗവും വലിയൊരു പുണ്യപ്രവൃത്തിയും കൂടിയാണ്. 3. മരച്ചില്ലയിലെ കുരുവി കുടുംബം. ഗുണപാഠം: മാതാപിതാക്കളുടെ മനസ്സ് വിഷമിപ്പിക്കരുത്. ജീവികളുടെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കരുത്. കഥാവിവരണം: ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഒരു യാത്രയിലായിരുന്നു. യാത്രക്കിടയിൽ വിശ്രമിക്കാനായി അവർ ഒരു മരത്തണലിൽ നിന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ആവശ്യത്തിനായി അല്പം മാറിപ്പോയി. ആ സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സ്വഹാബി തൊട്ടടുത്തുള്ള മരച്ചില്ലയിൽ ഒരു കുരുവിക്കൂട് കണ്ടു. അതിൽ ഭംഗിയുള്ള 2 കുഞ്ഞു കുരുവികൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ കുഞ്ഞുങ്ങളെ കയ്യിലെടുത്തു. പെട്ടെന്ന് തന്റെ കുഞ്ഞുങ്ങളെ കാണാതെ തള്ളക്കുരുവി പറന്നു വന്നു. കുഞ്ഞുങ്ങൾ അപരിചിതന്റെ കയ്യിലിരിക്കുന്നത് കണ്ട് ആ മാതാവ് ആകാശത്ത് വട്ടമിട്ട് പറന്ന് ചിറകടിച്ചു നിലവിളിക്കാൻ തുടങ്ങി. അതിന്റെ സങ്കടം വാക്കുകൾക്കും അപ്പുറമായിരുന്നു. തിരിച്ചെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാഴ്ച കണ്ടു. ആ തള്ളക്കുരുവിയുടെ സങ്കടം കണ്ട പ്രവാചകന്റെ മനസ്സ് അലിഞ്ഞു. പ്രവാചകൻ ഉടൻ തന്നെ ചോദിച്ചു, ആരാണ് ഈ കുരുവിയെ തന്റെ കുഞ്ഞുങ്ങളുടെ പേരിൽ സങ്കടപ്പെടുത്തിയത്? ആ കുഞ്ഞുങ്ങളെ ഉടൻ തന്നെ അതിന്റെ കൂട്ടിലേക്ക് തിരിച്ചു വെക്കൂ. ആ സ്വഹാബി ഉടൻ തന്നെ കുഞ്ഞുങ്ങളെ കൂട്ടി തിരികെ മരച്ചില്ലയിലെ കൂട്ടിൽ വെച്ചു. തന്റെ കുഞ്ഞുങ്ങളെ തിരികെ കിട്ടിയ സന്തോഷത്തിൽ തള്ളക്കുരുവി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒളിപ്പിച്ചു. പ്രവാചകന്റെ കാരുണ്യം കണ്ട് എല്ലാവരുടെയും മനം നിറഞ്ഞു.
നബി സന്ദേശങ്ങളും ഗുണപാഠങ്ങളും അടങ്ങിയ ഈ 3 കഥകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.